എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, യുദ്ധം ഇന്ന് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇറാനും ഇസ്രായേലും ഒക്കെ തമ്മിലുള്ള യുദ്ധം. അതുപോലെ ഇറാൻ അടങ്ങിയിരിക്കുന്നില്ല. എല്ലായിടത്തോട്ടും പറ്റുന്നിടത്തോളം ഞങ്ങളോ നശിച്ചു, എന്നാൽ ചുറ്റുമുള്ളവരെയും കൂടെ നശിപ്പിക്കാം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി അടുത്തുള്ള ചുറ്റുമുള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുവാനുള്ള തന്ത്രപ്പാടുകളൊക്കെ അവരിവിടെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇരിക്കുന്നവർ പോലും ഭയങ്കര വിഷമത്തിലാണ്. കാരണം നമ്മളുടെയൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിലുണ്ടല്ലേ. അവർ ഇതിനെയൊക്കെ പേടിച്ചു കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഇസ്രായേലിൽ ഒരുപാട് പേരുണ്ട്, അതുപോലെ ഗൾഫ് കൺട്രീസിൽ ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാരിങ്ങനെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. അതുകൂടാതെ നമ്മൾക്ക് പാചകവാതക സിലിണ്ടറിൻ്റെ ബുദ്ധിമുട്ടുകളും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. എന്ന് വെച്ചാൽ ഒരു യുദ്ധം അവിടെയാണ് നടക്കുന്നതെങ്കിലും നമ്മൾക്ക് സമാധാനമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വിഷയം എങ്ങനെ അധികം ഞാനങ്ങ് എടുത്ത് പ്രാർത്ഥിച്ചില്ല. കുറച്ച് ഇന്നലെ വരെ ഉള്ള സത്യം പറയാമല്ലോ, ഞാൻ അധികം ഈ വിഷയം അങ്ങ് തൊട്ട് പ്രാർത്ഥിക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ രാജ്യത്തിലുള്ള അങ്ങയുടെ അഭിഷിക്തനാണല്ലോ, എന്തായാലും നാണക്കേട് ഉണ്ടാക്കല്ലേ, ഉടനെ ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നോ രണ്ടോ വാക്കിലൊക്കെ ഞാനിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടതേ ഉള്ളൂ. ഞാൻ അധികം അതിനകത്തോട്ട് തൊടുവാനായിട്ട് പോയില്ല. എന്നാൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കൊരു ഗൈഡൻസ് കിട്ടി. ഇതിനകത്ത് ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഒരു ഗൈഡൻസ് എനിക്ക് വരികയും ഞാൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് വേദനിച്ചിരിക്കുന്ന, അതായത് ആ രാജ്യങ്ങളിൽ പേടിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ, നമ്മളുടെ പ്രിയപ്പെട്ടവരടക്കം അവിടെയുണ്ട്. ഒത്തിരി പേര് വേദനിച്ചിരിക്കുന്നുണ്ട് ആ രാജ്യങ്ങളിൽ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് കൺട്രീസിലുമൊക്കെ ഒരുപാട് ആൾക്കാർ ഭയന്നിരിക്കുന്നുണ്ട്. ഇസ്രായേലിനെ നോക്കിയാൽ അവർക്ക് ബങ്കറുകളെങ്കിലും ഉണ്ട്. അതുപോലെ പക്ഷേ ഈ ഗൾഫ് കൺട്രീസിൽ നോക്കിയാൽ അവർക്ക് അധികമൊന്നും ബങ്കറുകളൊന്നും ഇല്ല അവിടെ. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ഉള്ളവരുടെ പ്രിയപ്പെട്ടവർ നാട്ടിലിരിക്കുന്നവരും ഉരുകി തീരുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളോടൊക്കെ പറയുവാനായിട്ട് ദൈവം ഒരു ആലോചന പറഞ്ഞതും ഞാനൊന്ന് അറിയിക്കുവാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓർക്കുക, നമ്മൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരുപാട് ആൾക്കാർ അവിടെയുള്ള പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. വർഗീയം മാത്രം മനസ്സിൽ വിചാരിച്ച് ഒരു കൂട്ടർ ജീവിച്ചിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നു കുറേ പേര്. ഇനി കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറേ പ്രവാചകന്മാർ എഴുന്നേറ്റിട്ട് ഇത് അക്യുറേറ്റായിട്ട് യുദ്ധം പ്രവചിച്ച കുറേ പ്രവാചകന്മാരെ കാണുന്നു. അപ്പോൾ കറക്റ്റാണ്, കുറേ പേരോടൊക്കെ ദൈവം ഇടപെട്ടതായിരിക്കാം. കുറേ പേര് എന്തുണ്ടെങ്കിലും ഏത് യുദ്ധം പുറപ്പെട്ടാലും ഏത് യുദ്ധം എവിടെ കേട്ടാലും പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നതല്ലേ, ഗോഗ് മാഗോഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് എഴുന്നേക്കും. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞിട്ടും കുറച്ച് പേര് എഴുന്നേക്കും. ഇതാ ഇപ്പം വരും കർത്താവ്, ഇപ്പോൾ വരും, ഇപ്പം കൊണ്ടുപോകും, ഇപ്പം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷയങ്ങൾ എവിടെയൊക്കെ എങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറേ പ്രവാചകന്മാർ എഴുന്നേൽക്കും. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ ഞങ്ങൾ അക്യുറേറ്റ് ആയിട്ട് പ്രവചിച്ചു എന്ന് പറയുന്നു എന്നല്ലാതെ എന്താണെങ്കിൽ അതിനകത്ത് സൊല്യൂഷൻ എന്ന് ആരും പറയുന്നില്ല. ഇവരോട് ചോദിച്ചാൽ അതിന് സൊല്യൂഷൻ ആരും പറയുന്നില്ലല്ലേ. എന്നാൽ ഓർക്കുക, ദൈവം ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാശം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം അത് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരു സൊല്യൂഷനും കൂടെ ദൈവം പറഞ്ഞിരിക്കും. ഓക്കെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല. എന്തായാലും അതിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട പ്രവാചകന്മാരുമുണ്ട്. ചുമ്മാ അങ്ങ് ഈ താളത്തിന്, അതായത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് അങ്ങ് പ്രവചിച്ചു പോകുന്ന ടീമുകളുണ്ടല്ലോ. നമ്മൾക്കൊക്കെ അറിയാം യുദ്ധം അവിടെ നടക്കുമെന്നും ഇറാനും ഒക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് യുദ്ധം നടക്കുമെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ വെച്ചങ്ങ് തട്ടിക്കൂട്ടി അങ്ങ് ഗോഗും ആഗോഗും കൂടെ ചേർത്തങ്ങ് നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മളുടെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വരവുണ്ട് അല്ലെ, ദൈവം തൻ്റെ മണവാട്ടി സഭയെ ചേർക്കും, അത് സത്യമാണ്. പക്ഷേ അവിടെ എന്താണ്, പുത്രന് പോലും സമയം അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തിന് മാത്രമേ ആ സമയം അറിയത്തുള്ളൂ അല്ലെ. പിതാവാം ദൈവം പുത്രനോട് പറയും, നിന്റെ മണവാട്ടിയെ അങ്ങ് കൂട്ടിക്കൊണ്ട് വന്നോളാൻ പറയുന്ന നിമിഷത്തിലാണ് ആരറിയുന്നത്, പുത്രന് പോലും ഇത് അറിയത്തുള്ളൂ. അതാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അതുകൂടാതെ എന്താണ്, വെളിപാട് പുസ്തകം അതുപോലെയുള്ള സംഭവ വികാസങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, സഭ എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ മൂന്നാം ലോക മഹായുദ്ധം ഇവിടെ ഉണ്ടാകത്തുള്ളൂ അല്ലെ. സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ നമ്മൾക്ക് അറിഞ്ഞുകൂടാ സമയം എപ്പോഴാണ് എന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് ഒരുങ്ങിയിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതാത് കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പറ്റുന്നിടത്തോളം നമ്മൾ ഒരുങ്ങുക അല്ലേ. നമ്മളൊന്ന് ഓർത്ത് നോക്കുക. ഇന്ന് പലരും പറയുന്നുണ്ട്, കർത്താവിൻ്റെ വരവ് അടുത്തു. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ എത്ര പേര് എടുക്കപ്പെടും? വലിയ ഉറപ്പൊന്നുമില്ലല്ലേ.
നമുക്ക് വലിയ ഉറപ്പുണ്ടോ? കാരണം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? സഹോദരനെ വെറുക്കുന്നവന് കൊലപാതകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര പേര് പോകും? ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നോട് കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മൾ എത്ര പേര് പോകും? ഒരു ഉറപ്പൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാവരോടും സ്നേഹമാണോ? അല്ലല്ലല്ലല്ല. ഇനി ചില പാസ്റ്റർമാർ പറയും, അല്ലെങ്കിൽ ചില അച്ഛന്മാർ പറയും, ഞാൻ എന്തായാലും പോകുമെന്ന് പറയും. ഇവരുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്നും ഇവർക്കൊന്നും ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഇവരുടെയൊക്കെ ചുറ്റുവട്ടത്തും ഇവരുടെ സഭയ്ക്കകത്തും സഭയ്ക്ക് വെളിയിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആര് പോകും ആര് പോകത്തില്ല എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ? എനിവേ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ദൈവം എന്നോട് തന്ന ഒരു ഗൈഡൻസ് പ്രകാരം, എന്നോട് തന്ന ഒരു ആലോചന പ്രകാരം ഞാനൊന്ന് പറയുകയാണ്. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ കർത്താവായ അല്ലേ, നമ്മുടെ യഹോവയാം ദൈവം എങ്ങനെയാണ് ഭൂമിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ഒരൊറ്റ വാക്കിനാൽ അല്ലേ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ ഉണ്ടാക്കി അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓർക്കുക, നമ്മുടെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ മോശയോട് ദൈവം എന്താ പറഞ്ഞു? മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? വടിയായിരിക്കുന്നത്. സാധാരണ വടിയല്ല. എന്ത് വടിയത്? ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന സാധാരണ വടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്ന ആ വടിയുടെ പ്രത്യേകത എന്താ? അതിനകത്ത് ദൈവത്തിൻ്റെ അധികാരം വീണിട്ടുണ്ട്. അതുകൊണ്ട് ആ വടി അങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. നീട്ടിയിട്ട് നീ കൽപ്പിക്കാൻ പറഞ്ഞു. എന്തിനോട് കൽപ്പിക്കണം? ആ ചെങ്കടലിനോട് കൽപ്പിക്കുമ്പോൾ അതെന്ത് ചെയ്യും? അതവിടെ വഴി തുറന്നു തരും. നീ കൽപ്പിക്കാൻ പറഞ്ഞു അല്ലേ. ഇപ്പോൾ മോശ കൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കത്തില്ലായിരുന്നു. കാരണം മോശയോട് ദൈവം പറഞ്ഞു, നീ കൽപ്പിക്കാൻ പറഞ്ഞു. മോശ കൽപ്പിച്ചു. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾക്ക് ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്കൊരു സംഭവം കാണുവാനായിട്ട് കഴിയും അല്ലേ. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോഷുവ പറയുകയാണ്, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാനോൽ താഴ്വരയിലും നിൽക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഓർക്കുക, ചിലർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ചിലരുടെ നാവിൻ്റെ മേൽ ദൈവം ഒരു അഭിഷേകം പകരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ അഭിഷേകം പകരുമ്പോൾ നമ്മൾ ചിലതിനോടൊക്കെ കൽപ്പിക്കണം. എന്താണ് നമ്മൾ കൽപ്പിക്കേണ്ടത്? നമ്മൾ കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളുടെ മേൽ വീഴുവാനായിട്ട് പോവുകയാണ്. എന്താ കൽപ്പിക്കേണ്ടത്? നമ്മൾ ആയിരിക്കുന്ന ദേശത്ത്, ഇനി ഇസ്രായേലിലുള്ളവരാണെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം, കർത്താവേ, ഞാനായിരിക്കുന്ന ഈ ദേശത്തെ, എന്നെ, ഇടത്തെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടുകയാണ്. കർത്താവെ, ഞങ്ങളുടെ അതിരുകളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടുകയാണ്. എന്നിട്ട് എന്താ പറയേണ്ടത്? ഒരു വിധത്തിലുള്ള അധികാരം അവിടെ വെളിപ്പെടുത്തണം. അപ്പോൾ എന്താണ് അവിടെ? ഒരു വിധത്തിലുള്ള ഒരു മിസൈലുകൾ ഒന്നും കർത്താവെ ഈ അതിരിനകത്ത് കിടക്കാതെ വേണം, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിരിനകത്ത് കിടക്കാതെ വേണം, ഞങ്ങളായിരിക്കുന്ന ഇടത്തിലോട്ട് വരാതെ വേണം യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ കൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞൊന്ന് കൽപ്പിച്ച് നോക്കിക്കേ, സംഭവിക്കും. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ദൈവം എന്നോട് പറയുവാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാ. ഓക്കെ. എന്ന് വെച്ചാൽ ഞാൻ എന്നോടിങ്ങനെ ബൈ സൗണ്ടിലൂടെ അല്ല കേട്ടോ സംസാരിച്ചത്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഗൈഡൻസ് ദൈവം തന്നിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം സൗണ്ടിലൂടെ സംസാരിക്കുന്നത് വേറെ, ദൈവം സൗണ്ടിലൂടെ സംസാരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ്, ഇന്ന് ഞാൻ എന്താണ് വീഡിയോ ഇടേണ്ടതെന്നും ചോദിച്ചപ്പോൾ ഞാൻ ഈ വിഷയം ഇടാനൊന്നും അല്ല ഇരുന്നതും. എന്നാൽ ദൈവം, ഞാൻ ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചതാണ്, ഇത് പറയുവാനായിട്ടാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അതാത് ഗൾഫ് കൺട്രീസിൽ ഇരിക്കുന്നവരും ഏത് രാജ്യമാണോ ഭീഷണിയിൽ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങളുടെ ഇടങ്ങളെ, നിലങ്ങളെ, കർത്താവെ, ഞങ്ങളായിരിക്കുന്ന രാജ്യത്തെ, അതിൻ്റെ അതിരുകളെ എല്ലാം അവിടുന്ന് സംരക്ഷിക്കുമാറാകണം. അങ്ങയുടെ ദൂതന്മാരെ കാവൽ നിർത്തുമാറാകണം. അവിടുന്ന് ഞങ്ങൾക്ക് ചുറ്റും തീമതിലായിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്, കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിരിനിപ്പുറത്തോട്ട് കർത്താവെ ഒരു മിസൈലുകളും ഒന്നും കടക്കാതെ വേണം യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കൽപ്പിച്ച് നോക്കിക്കുക. കൽപ്പിച്ച് നോക്കുമ്പോൾ സംഭവിക്കും. വിശ്വാസത്തോടെ കൽപ്പിക്കുക. അല്ലാതെ നമ്മൾ കുറേ പ്രവചനം കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവർ പറയുന്നതും ഇവർ പറയുന്നതും ഗോഗും മാഗോഗും കേട്ടോണ്ടിരുന്നത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നീ അവിടെ വല്ല അറ്റാക്ക് വന്ന് വീണ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കേണ്ടത്? സൊല്യൂഷൻ ഒരാളുടെ കരത്തിലേ ഉള്ളൂ. ആരുടെ കരത്തിലാണ്? ദൈവത്തിൻ്റെ കരത്തിലാണ് സകലത്തിൻ്റെയും സൊല്യൂഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് മുട്ടുമടക്ക്, പ്രാർത്ഥിക്ക്, കൽപ്പിക്ക്, ഇത് ചെയ്യുക. അതുപോലെ നമ്മൾ ഇവിടെ ഇരിക്കുന്നവരും ഇന്ത്യയിലിരിക്കുന്നവരും കേരളത്തിലിരിക്കുന്നവരും നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന ഇടത്തുണ്ട്, അവിടെ കർത്താവേയും അങ്ങയുടെ ദൂതന്മാരെ കാവൽ നിർത്തണം. അവിടെ അങ്ങോട്ട് ആ രാജ്യത്തിലോട്ട് ഒരു മിസൈലും കടക്കരുത്, ഒരു ആയുധങ്ങളും എതിരായിട്ട് വരരുത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല അല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോണം. എന്നിട്ട് കൽപ്പിക്കും. പരിശുദ്ധാത്മാവിൽ കൽപ്പിക്കും. വചനം പറഞ്ഞ് കൽപ്പിക്കും. അപ്പോൾ ചിലതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. ചിലതിനെയൊക്കെ ദൈവം നിർത്തേണ്ടടുത്ത് നിർത്തും. ചിലതൊക്കെ നിഷ്ഫലമായി പോവുക തന്നെ ചെയ്യും. നമ്മളുടെ പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ ദൈവം സംരക്ഷിക്കുവാനായിട്ട് ഇടയാകും. നീ ആയിരിക്കുന്ന ദേശത്ത് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും സംരക്ഷിക്കും. ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കും.
നമ്മൾക്ക് മാത്രം പ്രൊട്ടക്ഷൻ കിട്ടിയാൽ മതിയോ? പോരാ അല്ലേ? അവിടെ ഇരിക്കുന്നവർക്കൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. കാരണം അവരെയൊക്കെ ദൈവം നമ്മളുടെ കരത്തിൽ തന്നിരിക്കുക. എന്തിനാണ് തന്നിരിക്കുന്നത്? ഒരാളുണ്ടോ എന്ന് നോക്കുക. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ആ ദേശത്തിന് വേണ്ടി, ആ രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരാളുണ്ടോ എന്നും ദൈവം അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് മുട്ടുമടക്കുക. അല്ലാതെ നമ്മൾ ഗോഗും ആഗോഗും പ്രവചിക്കുന്ന പ്രവാചകൻ ശക്തമായിട്ട് പ്രവചിച്ചല്ലോ, ഇനി ആ പ്രവാചകന്റെ നമ്പർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പുറകെ നടക്കാതെ നീ മുട്ടുമടക്ക, നീ പ്രാർത്ഥിക്ക്. പ്രവചനം പറഞ്ഞു എങ്കിൽ നിങ്ങൾ അതിന് സൊല്യൂഷൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സൊല്യൂഷൻ തരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക, കൽപ്പിക്കുക. ദൈവം ചിലതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പോവുക. ദൈവം ചിലതിനെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തുവാനായിട്ട് പോവുക. ഇനി ഓർക്കുക, അവിടുന്ന് പലരും ഇങ്ങോട്ടൊന്ന് ഓടി വരുവാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടോ? പറ്റുന്നില്ല. കാരണം ഫ്ലൈറ്റ് ചാർജുകളൊക്കെ ഭയങ്കര. ഒന്നാമത് ഫ്ലൈറ്റ് ഇല്ല, രണ്ടാമത് എവിടെന്നെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി വരാമെന്ന് വെച്ചാൽ തന്നെ എന്തോ ഒരു ഫ്ലൈറ്റ് ചാർജാണ്. അതൊക്കെ കൊടുത്ത് വരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? റിസ്ക് എടുത്ത് വരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമല്ല. പകരം എന്താണ്? എല്ലാത്തെയും സ്റ്റോപ്പ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തും കൽപ്പിക്കുവാനായിട്ട് തയ്യാറാകാം. ഇനി അടുത്ത ഒരു കാര്യമുണ്ട്. ഇതാണ് കീ പോയിന്റ് കേട്ടോ. ഇതാണ് ദൈവം വ്യക്തമായിട്ട് ഇടപെട്ടത്. എല്ലാം ദൈവം ഇടപെട്ടത് തന്നെയാണ്. ഇതാണ് മെയിനായിട്ടും ഇടപെട്ടിരിക്കുന്ന ടോപ്പിക്ക്. ഓക്കെ, എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 19 തൊട്ട് 20 വരെയുള്ള വാക്യം ഞാനൊന്ന് വായിക്കാം. അതിനകത്ത് എന്താ പറയുന്നതെന്നറിയാമോ? ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്നും അവർക്ക് ലഭിക്കും. ഇനി അടുത്തത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഈ വചനം എടുത്തിട്ട് അതിനകത്ത് വചനം വള്ളി പുള്ളി തെറ്റരുത് കേട്ടോ. കാരണം ഇതിനകത്ത് ചിലർ പറയുന്നത് ഒന്നിലധികം പേർ എവിടെ ഒന്നിച്ചു കൂടിയാലും, എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടിയാലും, അങ്ങനെയൊന്നും ഇതിനകത്ത് പറയുന്നില്ല. വചനം കറക്റ്റായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഈ വചനം ഇങ്ങനെ തന്നെ വെച്ചും നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് കുടുംബത്തിനകത്ത് നിങ്ങൾ ഫാമിലി ആയിട്ടുള്ളവരുണ്ടല്ലോ, അവിടെ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഫാമിലി ആയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ പറ്റുന്നിടത്തോളം ഒരു 2 പേരെങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയണം, നമ്മൾ ഈ വിഷയത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി ഈ ഐക്യമത്യപ്പെട്ട്, അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ സഭയിലൊക്കെ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ചില കൂട്ടപ്രയറുകൾ ഇരുന്ന് നടത്തുന്നുണ്ടല്ലോ, അതൊന്നും ലഭിക്കാറില്ലല്ലോ എന്ന് പറയും. കാരണം അവിടെയൊന്നും ഈ ഐക്യമത്യം ഉണ്ടാകാറില്ല. എന്താണെന്നറിയാവോ? ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയും. ഇപ്പോൾ ഒരു വാറിൻ്റെ വിഷയം തന്നെ എടുക്കാം. ചിലർ പറയും ഇത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം മാത്രം അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പ്രാർത്ഥിക്കും. അപ്പോൾ ഇപ്പുറം ഇരിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കും, കർത്താവേ യുദ്ധം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അടുത്ത ആളെന്ത് പ്രാർത്ഥിക്കും? അവൻ അതിനെ ഇരുന്നുകൊണ്ട് അങ്ങ് കൽപ്പിക്കും. അത് ഇങ്ങോട്ട് അടുക്കാതെ വേണം. അതിനിപ്പം ഞാൻ പറഞ്ഞതുപോലെ കൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പം 3ൻ്റെ പ്രാർത്ഥന 3 വിധത്തിലായി പോയോ? ഇതാ പറയുന്ന ഐക്യമത്യമില്ലായ്മ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? നമ്മൾക്ക് 2 പേർക്ക് ഐക്യമത്യമില്ലാതെ, എന്ന് വെച്ചാൽ ഐക്യതയില്ലാതെ ഇങ്ങനെ കോപിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ല. ഇതിൻ്റെ അർത്ഥം ഇതാണ്. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം അതുമുണ്ട്, അതിൻ്റെ കൂടുതലുള്ള അർത്ഥം ഇതാണ്. എന്ന് വെച്ചാൽ ഒരു വിഷയം ഒരേ രീതിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ദൈവം എനിക്ക് തന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കണം? ഞങ്ങൾ ആയിരിക്കുന്ന ഇടത്തും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് പോലും, ഇതിൻ്റെ അതിരിനകത്ത് പോലും ഒരു വിധത്തിലുള്ള ശത്രുവിൻ്റെ ആയുധങ്ങളും കടന്നു വരാത്തവണ്ണം ഞങ്ങളെയും സംരക്ഷിക്കണം, ഈ രാജ്യത്തെയും സംരക്ഷിക്കണം. കാരണം അവിടെ നമ്മൾ ചുമ്മാ തമാശയ്ക്ക് പോയതാണ്. അപ്പം ഗൾഫ് കൺട്രീസിലോട്ട് പോയവർ, ഇസ്രായേലിൽ പോയവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾ തമാശയ്ക്ക് പോയതാണോ അവിടെ, അല്ലെങ്കിൽ ആഘോഷിക്കാൻ പോയതാണോ? അല്ലല്ലല്ലല്ല, ജോലി എടുക്കാൻ പോയതാണ്. എന്തിനാ ജോലി എടുക്കുന്നത്? നിങ്ങൾക്കും ജീവിക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ജീവിക്കണം, കുടുംബത്തിനും ജീവിക്കണം അല്ലേ? ഒരുപാട് ബാധ്യതകളുമായിട്ട് പോയവരുണ്ട്. അല്ലെങ്കിൽ കുടുംബം എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിപ്പടുക്കുവാനായിട്ട് പോയവരുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പോയവരല്ലേ? അപ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വചനം പറയുക. എന്ന് വെച്ചാൽ ഈ മത്തായി 18-ന്റെ 19 to 20 ഈ വചനം നിങ്ങൾ പറയുക. മുട്ടുകുത്ത്, നമ്മൾക്ക് മുട്ടിന് തകരാറൊന്നും ഇല്ലല്ലോ. മുട്ടുകുത്ത്, ചെറിയ മുട്ടുവേദന ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മുട്ടുകുത്ത്. എന്നിട്ട് 2 പേരെങ്കിലും ഒന്ന് കരങ്കോർത്ത് പിടിച്ചിട്ട് ഈ വചനം പറയുക. ഏത് വചനം പറയണ്ടേ? മത്തായി 18-ന്റെ 19 to 20 അത് പറ. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ ഏത് യാചിച്ചാലും അത് പറയുക, ആ വചനം പറയുക. ആ വചനം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം എന്താണെന്ന് പറയാം, ഈ വചനമുണ്ട്. ജോഷുവയുടെ പുസ്തകം 10:12 സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാനോൽ താഴ്വരയിലും നിൽക്കുക എന്ന് ജോഷുവ കൽപ്പിച്ചപ്പോൾ, അഭിഷിക്തൻ കൽപ്പിച്ചപ്പോൾ സംഭവിച്ചതുപോലെ അങ്ങനെ അറിയാവുന്നത്രയും വചനങ്ങളൊക്കെ പറഞ്ഞ് കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ചിലത് ഞങ്ങളുടെ അതിരിനകത്ത് കിടക്കരുത്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിരിനകത്ത് കിടക്കരുത്, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് വരരുത് എന്ന് പറഞ്ഞും നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില അത്ഭുതങ്ങളെ ദൈവം ചെയ്യും കേട്ടോ. നിങ്ങളായിരിക്കുന്ന ദേശത്തെ നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ രാജ്യത്തെ ദൈവം സംരക്ഷിക്കും. ഇസ്രായേലിൽ ഇരിക്കുന്നവരും പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ രാജ്യത്തിനകത്തേക്ക് ഒന്നും കടന്നു വരരുത്, ഒന്നും കടന്നു വരരുത്, പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. ഇറാനിൽ എല്ലാവരും മരണപ്പെട്ടു പോകണമെന്നല്ല അല്ലേ? അവിടെ ഒരുപാട് സിവിലിയൻസ് ഉണ്ട്, ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്, ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ട്, അവരൊക്കെ രക്ഷപ്പെടണം. പക്ഷേ ഇതെന്താണ്?
അവിടെ തകരേണ്ടത് തകരണം, പക്ഷേ അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരെയൊക്കെ ദൈവം സേവ് ചെയ്യണം അല്ലേ. ദൈവം കൃപയുടെ ദൈവമാണ്, ദൈവം കരുണയുടെ ദൈവമാണ്. അപ്പോൾ ദൈവം എല്ലാവരോടും കരുണ കാണിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇറാന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇറാന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. അവിടുത്തെ നിരപരാധികളായ ജനങ്ങളെ ദൈവമേ അവിടുന്ന് സംരക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് ആ രാജ്യത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു മാനസാന്തരം ദൈവം കൊടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. കാരണം നമ്മൾക്കറിയാമല്ലേ എന്തുകൊണ്ടാണ് ഈ യുദ്ധം പുറപ്പെട്ടതെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ അത് വെച്ച് പ്രാർത്ഥിക്കുക. കാരണം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അല്ലാതെ നമ്മൾ പറയുന്ന ഞാൻ വലിയ അച്ചട്ട് പ്രവാചകനാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറേ കാട്ടിക്കൂട്ടലുകൾ എന്താ പറയുക, ദൈവം അരുളി ചെയ്തവർ സംസാരിക്കണം. അതല്ലാതെ ചുമ്മാ ഏത് യുദ്ധം വന്നാലും മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞും ചുമ്മാ ആൾക്കാരെ പേടിപ്പിക്കാതെ മുട്ടുമടക്കുവാൻ തയ്യാറാകുക. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നതും ഇതിനകത്ത് വിടുതൽ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ 2018 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലേ. എറണാകുളത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു പാസ്റ്റർ PR ബേബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലേ, അദ്ദേഹത്തിലൂടെ ദൈവം വളരെ ശക്തമായിട്ട് തലേ വർഷം തന്നെ അദ്ദേഹത്തിലൂടെ ദൈവം പ്രവചിക്കുവാനായിട്ടിടയായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു അല്ലേ, പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരു ജഡവും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾക്കറിയാം ഒരുപാട് ദോഷങ്ങളൊന്നും സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ആരുടെയും ജീവൻ അധികമൊന്നും തൊടാതെ വണ്ണം ദൈവം ഒരു സംരക്ഷണം കൊടുത്തു അല്ലേ, ദൈവം അറിയിച്ചു. അന്ന് ആ അഭിഷിക്തൻ മാത്രമേ അത് പ്രവചിച്ചുള്ളൂ അല്ലെ. വേറെ ആരിലൂടെയും അറിയപ്പെടുന്ന ഓരോ പ്രവാചകന്മാരിലൂടെയും ആ ഒരു പ്രവചനം വന്നില്ല. ആ ഒരു അദ്ദേഹം ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുകയാണ്, മരണപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ദൈവം എന്ത് ചെയ്തത്, സംസാരിക്കുവാനായിട്ടിടയായതും. ഇനി അത് കഴിഞ്ഞിട്ട് കൊറോണ വന്നപ്പോൾ എല്ലാവരും അടച്ചുപൂട്ടി വീട്ടിൽ കെട്ടിയിരുന്നു. ആരും പ്രവചിച്ചില്ല കേട്ടോ, ആരോടും ഇടപെട്ടില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രവചിച്ചാലും പ്രവചിച്ചില്ലെങ്കിലും കൊറോണയുള്ളവരുടെ ചുറ്റും നമ്മളുടെ ഇടത്തും വലത്തുമൊക്കെ ഒരുപാട് പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ അവിടെ നമ്മളെ സംരക്ഷിച്ചോ? എങ്ങനെയാണ് സംരക്ഷിച്ചത്? നമ്മളുടെ കഴിവ് കൊണ്ടാണോ? നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടാണോ? ഒന്നുമല്ല, ദൈവത്തിൻ്റെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണല്ലേ. അപ്പോൾ ഓർക്കുക, ഇവിടെയും അതുപോലെ തന്നെ ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ലെന്നേ, നമ്മളൊക്കെ നിസ്സഹായരാണ്. പക്ഷെ നമ്മളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന അധികാരം നമ്മളെടുത്തങ്ങ് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കാതിരുന്നാൽ ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കൽപ്പിക്കേണ്ടതിനോട് കൽപ്പിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. 91 സങ്കീർത്തനം ചൊല്ലുക, 121 സങ്കീർത്തനം ചൊല്ലുക. 121 എന്താ പറയുന്നത്? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കേ യഹോവയെങ്കിൽ നിന്ന് വരുന്നു അല്ലേ. വേറെ എവിടെ നിന്നും എനിക്ക് സഹായം വരത്തില്ല. നമ്മൾ പറഞ്ഞ ലോക പോലീസാന്ന് പറഞ്ഞ അമേരിക്കയും വരെ അവിടെ ഇങ്ങനെ നിൽക്കുക. അമേരിക്കയ്ക്ക് മുഴുവനായിട്ട് കീഴടക്കുവാൻ പറ്റിയില്ല. പറ്റാത്തത് കൊണ്ടല്ല, അവിടെ കുറേ സിവിലിയൻസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് അവർക്ക് ഒറ്റയടിക്ക് അടിക്കുവാനായിട്ട് പറ്റത്തില്ല. ഇറാനെ പോലെ കയറി എല്ലാവരെയും അങ്ങ് മേയാൻ പറ്റത്തില്ല. കാരണം കുറച്ചൊക്കെ മനസാക്ഷിയും അവർക്ക് അവിടെയുള്ള സാധാരണക്കാർ ജനത്തോട് കാണിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവരൊക്കെ വലിയ വലിയ വെപ്പൺസുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ നിന്ന് മാത്രം വേണം നമ്മൾക്ക് എന്ത് വരുവാൻ, സഹായം വരുവാൻ അല്ലേ. 91 സങ്കീർത്തനം എന്താ പറയുന്നത്? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പവർ എത്രയാണെന്ന് ഓർത്ത് നോക്കിക്കും. അത് ദൈവം നമ്മൾക്ക് തരുന്ന വാഗ്ദത്തമല്ലേ. നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷ മാത്രം നോക്കരുത് കേട്ടോ. നമ്മളായിരിക്കുന്ന ദേശത്ത് ഇസ്രായേലിലുള്ളവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ആ രാജ്യം സുരക്ഷിതമായിരുന്നാലേ നീയും സുരക്ഷിതമായിട്ടിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലുള്ളവരും ഒക്കെ പ്രാർത്ഥിക്കണം. നീ സുരക്ഷിതമായിരിക്കണമെങ്കിൽ നിന്റെ രാജ്യം സുരക്ഷിതമായിരിക്കണം. നീ രാജ്യത്തിന് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇനി ഇവിടെ ഇന്ത്യയിലും കേരളത്തിലും ഇരിക്കുന്ന നമ്മളും പ്രാർത്ഥിക്കണം. കർത്താവേ, നമ്മളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുണ്ട്, അവരൊന്നും മരണപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുക, കൽപ്പിക്കും. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നിങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഐക്യമത്യപ്പെട്ട് ഒരേ മനത്തോടെ പ്രാർത്ഥിക്കും. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് 2 കാര്യമാണ്. 1 ഐക്യമെത്തപ്പെട്ട് പ്രാർത്ഥിക്കുക, 2 കൽപ്പിക്കുക. ഈ 2 കാര്യങ്ങളും നിങ്ങൾ വചനം വെച്ച് ചെയ്യുക, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാവുക തന്നെ ചെയ്യും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.